ഈ നാടിൻ്റെയോ ഈ നാടിൻ്റെ താല്പര്യങ്ങൾക്കപ്പുറത്തോ ഒരു വിരൽ പോലും അനക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ നാട്ടിൽ നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നത് കോടിക്കണക്കിന് രൂപയാണ്. കിഫ്ബി മാത്രം ഉപയോഗിച്ച് 1,00,000 കോടിയിലധികം ഇപ്പോൾ നമ്മൾ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചെലവഴിച്ചു. 1 രൂപയുടെ അഴിമതി ഈ ഒരു 9 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാകട്ടെ, ക്യാബിനറ്റ് മന്ത്രിമാരാകട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട LDFൻ്റെ ഏതെങ്കിലും MLA-മാരാകട്ടെ അവർ ചെയ്തു എന്ന് ഇന്നേ വരെ ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്തിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള പരസ്പര വൈര്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടാസംഘങ്ങളുടെ തേരോട്ടം, അതൊന്നും തന്നെ നടത്താൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. കൃത്യമായുള്ള സമാധാനത്തോടുള്ള ജീവിതം ഉറപ്പുവരുത്താൻ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങൾ നമ്മോടൊപ്പമാണ്. അത് നമുക്ക് ബോധ്യമാണ്. കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയിലെ 5,95,000 വീടുകൾ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമുക്ക് നിർമ്മിച്ചു നൽകാൻ കഴിയും. മറ്റേത് ഗവൺമെന്റിനാ കഴിഞ്ഞിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് നടപടിയെടുത്തിട്ടില്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവെപ്പില്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മുന്നോടിയായി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആ നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യം, അതിനെതിരായിട്ടുള്ള പ്രചരണങ്ങളല്ലേ ഇപ്പൊ നടക്കുന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ദാരിദ്ര്യവും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നതിന് അർത്ഥമില്ല. നമ്മുടെ സംസ്ഥാനത്ത് പട്ടിണി കിടക്കുന്നവരായി, അധ്വാനിക്കാൻ കഴിയാത്തവരായുള്ള ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കണ്ടെത്തി. അത് കുടുംബശ്രീയല്ലേ ആ ചുമതല ഏറ്റെടുത്ത് ആ സർവേ നടത്തിയത്. 64,000-ലധികം ആളുകളെ, കുടുംബങ്ങളടക്കമുള്ളവരെ നമ്മൾ കണ്ടെത്തി. അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, അവർക്ക് കൃത്യമായി ഭക്ഷണം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അവർക്ക് ചികിത്സ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അവർക്ക് സ്വന്തമായി വീടുണ്ട് അല്ലെങ്കിൽ ഒരു കൂരയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞില്ലേ? അതുതന്നെയല്ലേ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിലൂടെ ഈ ഗവൺമെന്റ് ഉദ്ദേശിച്ചു. കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബഹുമുഖമായ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ സർക്കാരിനെ നയിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും മുഖാന്തരം ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളും പൊതുസമൂഹമൊക്കെ തന്നെ കേൾക്കും. വേറെ എവിടെയില്ല. ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിലോ ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥക്കും വിദേശാധിപത്യത്തിനുമെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിൻ്റെ അടിത്തറ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ കൈക്കൊണ്ട ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത്. തുടക്കമാർന്നയാളായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതി. ജനകീയ ആസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും വികസന ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കൈമാറി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം,
വിദ്യാഭ്യാസം, ആരോഗ്യം, സാന്ത്വന ചികിത്സ തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് കേരളം പുരോഗമിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ജനകീയാസൂത്രണമാണ്. കഴിഞ്ഞ 2 സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം എന്താണ് എന്നും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഈ വികസന സദസ്സുകൾ എന്നത്. ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം